ഹലോ ഗൈസ്, അങ്ങനെ ഐസ്ലാൻഡ് ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസത്തോടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കിടന്നത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ടിലായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഈ വെള്ളച്ചാട്ടം തന്നെയാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ രാത്രി ഭംഗി കാണുവാനും രാവിലത്തെ ഭംഗി കാണുവാനൊക്കെ ആയിട്ട് ആളുകൾ മനഃപൂർവ്വം ഇവിടെ വന്ന് ക്യാമ്പിംഗ് സൈറ്റ് ബുക്ക് ചെയ്യാറുണ്ട്. ഈ ഒഴുകി വരുന്ന വെള്ളം ഉണ്ടല്ലോ, നല്ല ക്ലിയർ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്യാമറ വാനിലോട്ടും ഈ വെള്ളം തന്നെയാണ് ടോപ്പപ്പ് ചെയ്തത്. സമയം ഇപ്പോൾ ഏകദേശം 6 മണിക്കായിട്ടോ രാവിലെ. നമുക്ക് അടുത്ത സ്ഥലം പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വേഗം ടോയ്ലറ്റിലോട്ട് വിട്ടു. ഐസ്ലാൻഡിലെ ക്യാമ്പിംഗ് സൈറ്റുകളിലെ ടോയ്ലറ്റുകൾ പല തരത്തിലായിരിക്കും. ചിലത് നല്ലതായിരിക്കും, ചിലത് ചിലപ്പോൾ അത്ര നല്ലതായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ക്യാമ്പിംഗ് ചെയ്തു പോകാൻ താല്പര്യപ്പെടുന്നവർ ഒരിക്കലും വലിയൊരു എക്സ്പെക്റ്റേഷൻ കൊടുത്ത് ക്യാമ്പിംഗ് സ്ഥലത്തെ ടോയ്ലറ്റുകളിലേക്ക് പോകരുത്. അങ്ങനെ തലേദിവസം എടുത്ത വീഡിയോസൊക്കെ നമ്മുടെ ഐപാഡിലോട്ട് കോപ്പി ചെയ്തിട്ട് നമ്മളിനി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രകളുടെ പ്രിപ്പറേഷനിലാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഐസ്ലാൻഡിലെ ഡിർഹോളായ ലൈറ്റ് ഹൗസിലാണ്. നമ്മളിപ്പോൾ അവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സമയം രാവിലെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇനി എന്തുകൊണ്ട് ഈ ലൈറ്റ് ഹൗസിന് ഡിർഹോളായ എന്ന് പേര് വന്നു എന്നുള്ള കാര്യം നമുക്ക് വിശദീകരിക്കാം. അതിന് പ്രധാന ഉദാഹരണം തന്നെയാണ് നമ്മളിപ്പോൾ ഈ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഓട്ടയുള്ള പാറ. ഡിർഹോളായ എന്ന ഐസ്ലാൻഡിക് നെയിമിൻ്റെ മീനിങ് ദ്വാരമുള്ള പാറ എന്നാണ്. നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ ദ്വാരപാര സമുദ്രത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഹൗസിന് ഡിർഹോളായ ലൈറ്റ് ഹൗസ് എന്നുള്ളൊരു പേര് വന്നത്. ഏകദേശം നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടം വരെയുണ്ടല്ലോ, അതും ഓരോ വർഷം ഇടിഞ്ഞുകൊണ്ട് കടലിലോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രിക്കോഷൻസ് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് അധികം ദൂരത്തിലോട്ട്, അതായത് ക്ലിഫിൻ്റെ എഡ്ജിലോട്ടൊന്നും നമുക്ക് എൻട്രി ഇല്ല. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാറയുണ്ടല്ലോ, അതിലോട്ട് വരെ പല സാഹസികരും നടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരത്തേക്ക് നടക്കാൻ തീരുമാനിച്ചു. അവിടെയൊക്കെ നല്ല രീതിക്കുള്ള വഴികൾ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അങ്ങനെ കുറേ ദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മളവിടുത്തെ ഭംഗിയും നല്ല കാറ്റും പിന്നെ ആ കിളികളുടെ ശബ്ദം അതൊക്കെ നല്ല രസമുള്ളൊരിതായിരുന്നു. ഏകദേശം സൂര്യൻ ഉദിച്ചു വരുന്നതൊക്കെ നമുക്ക് അവിടെ നിന്ന് ചെറിയ രീതിക്ക് കാണാനൊക്കെ ആയിട്ട് പറ്റും. ഏകദേശം അവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു മലയുടെ ഗ്ലേഷ്യറൊക്കെ കാണാനായിട്ടുള്ളൊരു ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ തിരിച്ച് നമ്മൾ വന്ന വഴിക്ക് തന്നെ കുറച്ചു ദൂരം നടന്നു. അധികം ആരും ഈ നേരത്തായിട്ട് പോലും എത്താത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ട് എല്ലാ കാഴ്ചകളും കണ്ട് സമാധാനത്തിന് നമുക്ക് പോകാനായിട്ട് പറ്റി. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്നു വരുന്ന വഴിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഓട്ടമുള്ള ആ ദ്വാരമുള്ള പാറയുടെ മേലെ കൂടെ നടക്കാൻ പറ്റുന്നു. അങ്ങോട്ടേക്കുള്ള എൻട്രി ആയിരുന്നു കേട്ടോ ഇത്. ഇവിടുത്തെ ഗവൺമെൻറ്റായിട്ട് വെച്ചാണെന്ന് തോന്നുന്നില്ല. പലരും ട്രെസ് പാസ് ചെയ്ത് നടക്കാൻ തുടങ്ങിയതിന് ശേഷം ഇവിടുത്തെ ഗവൺമെൻറ് ഇപ്പം അവിടെ ഒരു പ്രിക്കോഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്, ആ ഒരു ഭാഗം ക്ലോസ്ഡാന്ന് പറഞ്ഞിട്ട്. ഐസ്ലാൻഡിലോട്ട് വരുന്നവരെ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് കടക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഐസ്ലാൻഡിലെ 99% സ്ഥലത്തും നമ്മളെ നോക്കാനായിട്ട് ഒരു ഗാർഡൊന്നും ഉണ്ടാകത്തില്ല. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. കാരണം നമ്മളവിടെ പോകുന്നത് കാഴ്ചകൾ കാണാനും അത് എൻജോയ് ചെയ്യാനാണ്. അല്ലാതെ നമ്മളതിൻ്റെ എക്സ്ട്രീം പീക്ക് അന്വേഷിച്ച് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നഷ്ടം നമ്മൾ തന്നെയാണ്. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ചിലപ്പോൾ ചില സിനിമകളിലോ ചില വീഡിയോകളിലോ അല്ലെങ്കിൽ ഐസ്ലാൻഡുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന പല രാജ്യങ്ങളിലോ കണ്ടുവരുന്നൊരു പക്ഷിയാണ് പഫിൻസ് എന്ന് പറഞ്ഞൊരു പക്ഷി. ആ പക്ഷി ഈ പാറയുടെ പൊത്തുകളിലായിട്ട് വേനൽക്കാലത്ത് വന്ന് ഇരിക്കാറുണ്ട്.
നമ്മളിപ്പോഴും ബ്ലാക്ക് സാൻഡ്, അതായത് കറുത്ത മണൽത്തരികളുള്ള കടൽ തീരത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പോകുന്ന വഴി കണ്ടുവരും ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കാണ്. ഗൂഗിൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇത് ഷിപ്പ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു യന്ത്രമാണെന്നും, അല്ലെങ്കിൽ ഷിപ്പിൽ വന്ന കാർഗോകൾ മാറ്റാനായിട്ട് ഉപയോഗിച്ചിരുന്ന എന്താ പറയുക റോപ്പ് വേ പോലത്തെ ഒരു സംഭവമാണെന്നാണ് മനസ്സിലായത്. അതിനവിടെ കുറേ നേരം ഇവിടെ നിന്ന് അവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ചു. ഇത് അവിടെ നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം മാറി സ്ഥിതി ചെയ്യുന്നൊരു ഇടമാണ്. ഇവിടെയും നല്ല രീതിക്ക് എഴുതി വെച്ചിട്ടുണ്ട്, കടൽ നല്ല രീതിക്ക് എന്താ പറയുക ഡേഞ്ചറാണ്, അങ്ങോട്ട് പോവരുത്, പല ഭാഗങ്ങളും ഇടിഞ്ഞു വീഴുന്നുണ്ട്. സോ നമ്മൾ എവിടെ പോകുമ്പോഴും, അതായത് ഐസ്ലാൻഡിൽ എവിടെ പോകുമ്പോഴും നമ്മളെ തന്നെ നല്ല രീതിക്ക് ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു ആപത്തിലോട്ട് നമ്മളെ കടത്തി വിടും. നിങ്ങളിപ്പോൾ ലെഫ്റ്റിൽ കാണുന്ന അസ്ഥികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിമിംഗലത്തിൻ്റെ അസ്ഥികളാണ്. നമ്മളിനി കാണാൻ പോകുന്നത് ഐസ്ലാൻഡിൽ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തിലോട്ടാണ്, അതായത് ബ്ലാക്ക് സാൻഡ് ബീച്ച്. ഈ കടൽ തീരത്തിലെ ഓരോ മണൽത്തരിക്കും നല്ല കറുത്ത കളറാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കടൽ തീരത്തിനും ഇതുമായി ചുറ്റപ്പെട്ട സ്ഥലത്തിനും മൊത്തം ബ്ലാക്ക് സാൻഡ് ബീച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ നേരത്തെ കണ്ട 3 ലൈറ്റുകൾ എന്തിനാണെന്നുള്ളത്. കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഈ കടൽ തീരം ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറായ ഒരു കടൽ തീരമാണ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ദിവസം അവിടെ നിന്ന് ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു ന്യൂസ് കേൾക്കാനായിട്ട് ഇടയായി. അതായത് 11 വയസ്സുള്ള ഒരു കൊച്ചി അവിടുത്തെ കടൽ തീരത്തിലെ തിരമാലകളിൽ പെട്ട് മരിക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ കടൽ തീരം അല്ലെങ്കിൽ ഈ കടൽ തിരമാലകൾ എത്രത്തോളം ഡേഞ്ചർ ആണെന്നുള്ള കാര്യം. നമ്മൾ ഇറങ്ങുന്ന ഈ ഒരു സമയത്തും അവിടുത്തെ ലൈറ്റ് യെല്ലോ കളറായിരുന്നു, അതായത് വോക്ക് വിത്ത് കോഷൻ എന്നായിരുന്നു. എപ്പോഴാണെങ്കിലും കടലിൻ്റെ സ്വഭാവം മാറാം. അന്ന് ഈ ഒരു കടൽ തീരത്ത് അല്ലെങ്കിൽ ഈ ഒരു കടൽ കാണാൻ പോകുമ്പോൾ ഈ ഒരു ഡേഞ്ചറിനെ പറ്റി വലിയൊരു അറിവുണ്ടായിരുന്നെങ്കിലും ഇന്ന് ആ ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പം ഈ കടൽ എത്രത്തോളം ഭയങ്കരമാണെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് കാണാനായിട്ട് ഇനി ഐസ്ലാൻഡിൽ പോകുന്നവർ നല്ല രീതിക്കുള്ള പ്രിക്കോഷൻസ് എടുക്കുക. ഇത് ഈ കാണുന്ന ഈ കടൽ തീരത്ത് കാണുന്ന പാറ കഷ്ണങ്ങളും എന്താ പറയുക കല്ലുകളും മണ്ണും ഇതിന് മൊത്തം ബ്ലാക്ക് കളറാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കടൽ ബ്ലാക്ക് സാൻഡ് ബീച്ച് എന്നറിയപ്പെടാൻ കാരണം. ഈ കറുത്ത പാറകൾ എങ്ങനെ ഉണ്ടായെന്നല്ലേ, അതായത് ഐസ്ലാൻഡിൽ മൊത്തം വോൾക്കാനിക്സ് ആണല്ലോ. ഈ വോൾക്കാനുകൾ പൊട്ടി തെറിച്ച് പാറകൾ പൊട്ടിയിട്ടാണ് ഈ കടൽ തീരത്ത് ഈ കറുത്ത കല്ലുകളും പാറകളും ഉണ്ടായിരിക്കുന്നത്. ഈ ബ്ലാക്ക് സാൻഡ് ബീച്ചിനോട് ചേർന്ന് തന്നെ വലിയൊരു ഗുഹയുണ്ട്. വലിയൊരു ഗുഹ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഗുഹ. ഇപ്പം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാവുന്ന ആ ഒരു സ്ത്രീയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഗുഹ എത്രത്തോളം വലുതാണെന്ന്. ഈവൻ ഈ ഒരു ഗുഹയുടെ അകത്ത് കയറുമ്പോൾ പോലും വളരെ ശ്രദ്ധയോട് മാത്രമേ കയറാൻ പാടുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും പാറക്കഷ്ണങ്ങൾ തലയിലോട്ട് വീഴാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. യൂട്യൂബിലെ മറ്റുള്ളവരുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏകദേശം ഈ പാറയ്ക്കുള്ളിൽ വരെ തിരമാലകൾ റെഡ്, അതായത് നമ്മൾ നേരത്തെ കണ്ട 3 ലൈറ്റുകളുണ്ടല്ലോ, ആ 3 ലൈറ്റിൽ റെഡ് ലൈറ്റുകൾ കത്തുമ്പോൾ ഈ പാറയ്ക്കുള്ളിലോട്ട് വരെ തിരമാലകൾ നല്ല രീതിക്ക് അടിക്കാറുണ്ട്.
നമ്മൾ വരുമ്പോൾ വലിയൊരു തിരക്കില്ലാതിരുന്ന ആ ഒരു സമയം മാറി നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇപ്പോൾ നല്ല രീതിക്ക് തിരക്കായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ്. പോകുന്ന വഴിക്ക് കണ്ട ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് നമ്മൾ കയറിയേക്കുന്നത്. അതെന്ത് കഴിക്കാനാണ്? ഹോട്ട് ഡോഗ് കഴിക്കാനായിട്ട്. അവിടുത്തെ സ്പെഷ്യൽ ഹോട്ട് ഡോഗ് എല്ലാം മേടിച്ച് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. പുറത്തോട്ടിരുന്ന് ആ ഒരു തണുപ്പത്ത് ഇത് കഴിക്കാനായിട്ട് നല്ല രസമാണ്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു പള്ളി ഒരു മലയുടെ മേലെ സ്ഥിതി ചെയ്യുന്നതായിട്ട് കണ്ടത്. അപ്പം നമ്മൾ വിചാരിച്ചു പോകുന്നതിന് മുന്നേ നമുക്ക് അവിടെയും കയറി പോകണമെന്ന്. ആ പള്ളി കാണുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ കഴിച്ച ഹോട്ട് ഡോഗ് കഴിച്ച സൂപ്പർ മാർക്കറ്റിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ ഒരു സൂപ്പർ മാർക്കറ്റ് കൂടി ഉണ്ട്. അവിടെ എന്തൊക്കെയാണ് കിട്ടുകയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ നേരെ അതിൻ്റെ അകത്തോട്ട് പോയി. നമുക്ക് ഇന്ന് നൈറ്റിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രോളിയൊക്കെ എടുത്ത് നമുക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിക്കാനായിട്ട് തീരുമാനിച്ചു. അവിടെ നിന്ന് മാറി ഐസ്ലാൻഡിൽ മാത്രം കിട്ടുന്ന ഐസ്ലാൻഡിലെ ആടുകളുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന വൂൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന സ്വെറ്ററുകളൊക്കെ വിൽക്കുന്ന ഒരു കട കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും 2-3 ജാക്കറ്റ്സ് എല്ലാം മേടിച്ചു. ഐസ്ലാൻഡിൽ പോയി കഴിഞ്ഞാൽ സോവനിയറായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ വേണ്ടേ, അങ്ങനെയാണത് മേടിച്ചത്. ഇതുപോലത്തെ ഐസ്ലാൻഡിക്ക് വെയർ അതുപോലത്തെ കടകളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് ഒരു ഫോമൊക്കെ കിട്ടും. ആ ഫോം നമുക്ക് സബ്മിറ്റ് കഴിഞ്ഞാൽ ടാക്സ് റീഫണ്ട് കിട്ടും. അങ്ങനെ അവിടെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരത്തെ കാണാമെന്ന് പറഞ്ഞ പള്ളിയുടെ അടുത്തോട്ട് പോയി. ഇവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയൊരു വിഷ്വലാണ്. അതായത് നല്ല കാറ്റ്, പിന്നെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സിറ്റി മൊത്തം നമുക്ക് കാണാം. പള്ളി അടച്ചിട്ട് കാണാം കേട്ടോ. സോ അതുകൊണ്ട് നമുക്ക് പള്ളിയുടെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. കാരണം വലിയ ബസ്സുകളിലൊക്കെ വന്നിട്ട് ഈ പള്ളി കാണാനൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ആ കാണുന്നതാണ് കേട്ടോ നമ്മൾ നേരത്തെ ഹോട്ട് ഡോഗും പിന്നെ നമ്മൾ നേരത്തെ സ്വെറ്റർ മേടിച്ചല്ലോ ആ കടകൾ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിനി പോകുന്നത് നമുക്കിന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാനുള്ള ക്യാമ്പ് സൈറ്റിലോട്ടാണ്. ഇതിൻ്റെ അകത്തോട്ടോ ആ ക്യാമ്പ് സൈറ്റിൽ നിൽക്കുന്ന ആൾ നമ്മുടെ നിന്ന് കാശ് മേടിക്കാനായിട്ട് ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ 3 പേരുണ്ട്, നമ്മുടെ വണ്ടി ഇതാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ റേറ്റ് പറയും. ആ കാശ് നമ്മൾ പേ ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടുത്തെ ഫുൾ ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ക്യാഷൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് കുറേ ഡ്രസ്സൊക്കെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാമ്പ് സൈറ്റിൽ ഡ്രസ്സ് അലക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ഓഫ് സീസൺ ആയിട്ട് പോലും നല്ല രീതിക്ക് പല ക്യാമ്പ് സൈറ്റുകളിലും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ അലക്കുന്ന സ്ഥലം ഒന്ന് കണ്ടാലോ.
ആ ഇതാട്ടോ അലക്കുന്ന സ്ഥലം. ഒരു വാഷറും ഉണ്ട്, ഒരു ഡ്രയറും ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ പാത്രം കഴുകാനൊക്കെയുള്ളൊരു ബേസിനും ഉണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഇവിടുത്തെ ടോയ്ലറ്റിലോട്ടാണ്. നമ്മൾ രാവിലെ നിന്ന ആ ഒരു ക്യാമ്പ് സൈറ്റത്തെ ടോയ്ലറ്റും ഈ ഒരു ക്യാമ്പ് സൈറ്റത്തെ ടോയ്ലറ്റും എൻ്റെ ഡിഫറെൻ്റ് ആണ്. കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ല രീതിക്ക് നല്ല വൃത്തിക്കുമാണ്. അതുകൊണ്ട് തന്നെ ക്യാമ്പ് സൈറ്റുകളുടെ ടോയ്ലറ്റ് ഒരിക്കലും നമുക്ക് നല്ലതാണ് അല്ലെങ്കിൽ എല്ലാം പൊട്ടയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പല സ്ഥലത്തെ അപേക്ഷിച്ചും പല സ്ഥലങ്ങളിലും നല്ലതാവാനും ചീത്തയാവാനൊക്കെ സാധ്യതയുണ്ട്. അവിടെ നിൽക്കുന്ന ഇടയിൽ ഞാൻ കണ്ടൊരു കാഴ്ചയായിട്ട് ഇത്. അവൻ്റെ ബ്രദർ അകത്തിരിക്കുന്നുണ്ട്. അപ്പം ബ്രദറിൻ്റെ അടുത്ത് അവൻ സംസാരിക്കുകയാണ് അവിടെ നിന്നിട്ട്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും കൗതുകം തോന്നി. ഞാൻ അവൻ്റെ അടുത്ത് പേരൊക്കെ ചോദിച്ചു. പക്ഷെ അവൻ പേരൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ അത്രയ്ക്ക് വലിയ മിംഗ്ലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ വഴിക്ക് പോയി. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ടേൺ എത്തി കേട്ടോ. അങ്ങനെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ അവിടുത്തെ വാഷിംഗ് മെഷീനിൽ അലക്കാനൊക്കെ ആയിട്ട് ഇട്ടു. അങ്ങനെ നമ്മൾ അവിടുത്തെ കുറേ നേരം വെയിറ്റ് ചെയ്തു. ആ വെയിറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ വാനിൻ്റെ അകത്ത് ഫുഡും കുക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വാനിൻ്റെ അകത്തോട്ട് പോയി. ഇന്ന് എന്തായാലും നൈറ്റിലോട്ട് പാസ്ത മേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാസ്ത വിത്ത് ചീസ് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നേരത്തെ അലക്കാനിട്ട ഡ്രസ്സൊക്കെ പോയിട്ട് തിരിച്ചെടുത്തുകൊണ്ട് വന്നു. അതിനുശേഷം എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. ഇന്ന് വളരെ നേരത്തെ കിടക്കാനോട്ടോ പ്ലാൻ. കാരണം നമുക്ക് നാളെ രാവിലെ എണ്ണീറ്റിട്ട് വലിയൊരു പരിപാടിക്ക് പോകാനുണ്ട്. അപ്പോൾ അതിന് പോണതിന് മുന്നേ നമുക്ക് നല്ല ഉറക്കം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നൈറ്റ് നേരത്തെ കിടന്നുറങ്ങാനും നേരത്തെ ഫുഡൊക്കെ കഴിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കാനാണ് പ്ലാൻ. അങ്ങനെ ഏകദേശം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു സൈഡറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സൈഡറൊക്കെ കുടിച്ച് നമ്മളങ്ങനെ ഐപാഡിൽ കുറച്ച് സിനിമകളുടെ കോമഡി സീൻസൊക്കെ ഇട്ട് അങ്ങനെ അന്നത്തെ നൈറ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം പിന്നെ അടുത്തൊരു വീഡിയോയിൽ 5ാമത്തെ ദിവസം ഐസ്ലാൻഡ് കാഴ്ചകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബായ്.